എൻ മനമേ സ്തുതിക്ക നിന്നാഥനേ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയാ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാധിദേവൻ കർത്താധികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 15-ാമത് വാക്യം ഇപ്രകാരമാണ് നമ്മെ ഓർപ്പിക്കുന്നത്: ഞാൻ മുഖാന്തരം രാജാക്കന്മാർ വാഴുന്നു, പ്രഭുക്കന്മാർ നീതിയെ നടത്തുന്നു എന്നുള്ള അനുഗ്രഹീത വചനമാണ്. ഈ ലോകത്ത് വാഴുന്നവരും അധികാരത്തിലെത്തുന്നവരുമൊക്കെ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം, ദൈവത്തിൻ്റെ ആലോചനപ്രകാരമാണ് ആ സ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നത്. ദൈവം അറിയാതെ അത് സംഭവിക്കപ്പെടുന്നില്ല എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. റോമാലേഖനം 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴും അപ്പോസ്തലനായ പൗലോസ് പുതിയ നിയമവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്ന വാക്ക്, ദൈവത്താലല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ. അധികാരത്തിലേക്ക് കടന്നു വരുന്നത് ദൈവനിയോഗമായിട്ടാണെന്നും അങ്ങനെ കടന്നു വരുന്നവർ അവരുടെ കഴിവിനപ്പുറത്ത്, അവരുടെ പ്രാപ്തിക്കപ്പുറത്ത്, അവരുടെ ബുദ്ധിക്കപ്പുറത്ത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചിന്ത അവരെ ഭരിക്കുകയും ആ നിലകളിൽ മാത്രമേ അവരുടെ അധികാരത്തിൽ അവരിയ്ക്കുവാൻ പാടുള്ളെന്നും അവരെ ഓർപ്പിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും അർഹതയില്ലാത്ത അധികാരങ്ങളും പദവികളുമൊക്കെ ലഭിക്കുമ്പോൾ ആ അധികാരവും പദവിയും കൊടുത്ത ദൈവത്തെ മറന്നുകൊണ്ട് ധിക്കാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും തലക്കനത്തിൻ്റെയും മനോഭാവത്തോടെ മുൻപോട്ട് കടന്നു പോകുമ്പോൾ ദൈവം അവരോട് പറയുന്നൊരു വാക്കുണ്ട്: നിനക്കു മീതെ മറ്റൊരു അധികാരിയുണ്ടെന്നോർത്താൽ നിനക്ക് നന്ന് എന്നുള്ള വാക്കുകൾ തന്നെയാണ്. കാരണം ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങി മാത്രമേ മുൻപോട്ടു പോകുവാൻ പാടുള്ളൂ എന്നതാണ്. ഏതൊരു അധികാരവും ദൈവത്താൽ ഉണ്ടാകുന്നു എന്നും ആ അധികാരികൾക്ക് കീഴടങ്ങി മാത്രമേ മനുഷ്യൻ മുൻപോട്ടു പോകുവാൻ പാടുള്ളെന്നും ഓർപ്പിക്കുമ്പോൾ തന്നെ അധികാരത്തിലിരിക്കുന്നവർക്കു മീതെ ഒരു ശ്രേഷ്ഠ അധികാരിയുണ്ടെന്നും ആ അധികാരത്തിന് കീഴ്പ്പെട്ടവരാണ് ഈ ലോകത്തിലെ ഏത് അധികാരസ്ഥന്മാരെന്നും നമ്മെ ഓർപ്പിച്ചിരിക്കുക തന്നെയാണ്. അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നു എന്നും മറുക്കുന്നവരോ ശിക്ഷാവിധിക്ക് ഭാഗമായിത്തീരുമെന്നും റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വചനങ്ങളിൽ ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ രാജാക്കന്മാരെ നിയമിക്കുന്നതും വാഴിക്കുന്നതുമൊക്കെ ദൈവമാണെന്നും ആ അധികാരസ്ഥന്മാർ ദൈവത്തിനും ദൈവവ്യവസ്ഥയ്ക്കും കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരാണെന്നും ആ നിലകളിൽ പോകുന്നില്ല എങ്കിൽ നിങ്ങളും ശിക്ഷാവിധി പ്രാപിക്കപ്പെടുമെന്നും ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവമാണ് കാലാകാലങ്ങളിൽ എന്നെയും നിങ്ങളെയും വ്യത്യസ്തമായ നിലകളിലും മണ്ഡലങ്ങളിലും ആക്കി വയ്ക്കുന്നതെന്നും ആക്കി വയ്ക്കുന്ന ദൈവത്തോട് എന്നും മനസ്സാക്ഷിയുള്ളവരും കടപ്പാടുള്ളവരുമായി മാത്രമേ ജീവിതത്തിൽ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ പാടുള്ളെന്നും അല്ല എങ്കിൽ കടുത്ത ശിക്ഷാവിധികൾ നാം പ്രാപിക്കപ്പെടുന്ന
ഒരു കാലഘട്ടം വരുമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ദൈവത്തിനും ദൈവവചനത്തിനും ദൈവവ്യവസ്ഥയ്ക്കും കീഴ്പ്പെട്ടവരായി നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കാം. അതിനായി നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവമായ കർത്താവേ, ഈ നല്ല വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ ആക്കപ്പെട്ടിട്ടുള്ളത് ദൈവത്തിൻ്റെ വ്യവസ്ഥയിലൂടെയാണെന്നും ആ ദൈവത്തിന് കീഴ്പ്പെട്ടും ദൈവവചനത്തിനും ദൈവവ്യവസ്ഥയ്ക്കും കീഴ്പ്പെട്ടും ജീവിക്കേണ്ടവരാണെന്നും തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.